അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാടൻ പച്ചക്കായാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്നൊരു ബജ്ജി ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. പിന്നെ എല്ലാവരുടെയും ഓണത്തിരക്കുകളൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും അല്ലേ? എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. അതെ, ഇത്ര ദിവസം എല്ലാവരും നല്ല തിരക്കിലല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ചതയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെയും തിരക്കൊക്കെ കഴിഞ്ഞാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയാതെ നമുക്ക് നമ്മുടെ കാ വെച്ചിട്ടുള്ള ഇത് വളരെ നാടൻ സാധനമാണ്. അതായത് അതിന്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇത് നമ്മള് വലിയ പൊന്ത കായൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള. അപ്പൊ നമുക്ക് ഇതിന്റെ തൊലി ഒന്ന് കരിന്തൊലി മാത്രം ഒന്ന് കളഞ്ഞേച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് കളഞ്ഞിട്ട് അപ്പൊ അതെല്ലാവർക്കും അറിയാവുന്ന സംഭവമല്ലേ. അപ്പൊ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ കരിന്തൊലി ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് അധികം കട്ട് ചെയ്യില്ലാതെ നമ്മൾ മറ്റേ ബജിക്കൊക്കെ മുറിക്കുന്ന പോലെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുത്തിട്ട് വരാം. ഇങ്ങനെ അങ്ങ് വലിച്ചു കളയാം. അതെ, പുറത്തൊലി കരിന്തൊലി പുറത്തൊലി അങ്ങനെ പല ഭാഷ അതൊന്ന് കളഞ്ഞ് റെഡിയാക്കി എടുത്തോണ്ട് വരട്ടെ. അപ്പൊ നമ്മള് കായെല്ലാം അരിഞ്ഞ് നല്ല റെഡിയാക്കി നമ്മള് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് മുക്കിയെടുക്കാനുള്ള സാധനമാണ്. അപ്പൊ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മള് കടലമാവ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മള് വളരെ ബേസ് മോഡലായിട്ടുള്ള ഒരു സംഭവം നമുക്ക് 4 മണി പലഹാരം, അതായത് പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന സംഭവം. അപ്പോൾ അത് എരി വേണ്ട. ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. അതെ, തീരെ അങ്ങ് എരി കുറവായിരുന്നു ഇത്തവണത്തെ നമ്മുടെ. ഇനി നമ്മുടെ ഉപ്പ് ഇടണം. ഉപ്പിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്. മതിയാവും. മതി. ഇനി നമുക്ക് സ്വല്പം കായപ്പൊടി വേണം. അപ്പൊ ഈ കായപ്പൊടി ഉണ്ടല്ലോ, നമ്മള് ഇത് തുറക്കാന്ന് പറയുന്നത് ഇച്ചിരി അതൊന്നും ഇടാൻ ചിലപ്പോ കട്ടായിരിക്കും. അതന്നെ നമ്മള് നേരത്തെ മേടിച്ചിട്ടേ അത് കട്ട പിടിച്ചു പോയി. നമ്മൾ എപ്പോഴും നമ്മള് കായ ഉപയോഗിക്കുന്നില്ലല്ലോ. അതെ, അത് നമ്മുടെ എന്തോ ഈ സാധനം എലഞ്ചി ഇതിവിടെ കിട്ടാൻ ഇച്ചിരി പാടായി സാധനം. ഇപ്പൊ നമ്മുടെ സൂപ്പർ മാർക്കറ്റൊക്കെ വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ കായപ്പൊടിക്ക് ഒരു മഞ്ഞ നിറം, നമ്മുടെ മഞ്ഞപ്പൊടി പോലെ ഇരിക്കുന്നുണ്ട്. അത് തന്നെ, മഞ്ഞൾ പിന്നെ ചേർക്കണ്ട. അതെ, പക്ഷെ ടേസ്റ്റ് ഒക്കെ സെയിം ആട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം നമ്മള് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സാധാരണ ബജിയുടെ ഒരു നമുക്ക് അറിയാവുന്ന സംഭവം അപ്പൊ നമ്മളൊന്ന് നമ്മുടെ രീതി ഒന്ന് പരിചയപ്പെടുത്തുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ നാടൻ കാ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ അതന്നെ ഇതൊന്ന് ഓർപ്പിച്ച് അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു കായുടെ പ്രത്യേകത കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ബജി ഉണ്ടാക്കിയിട്ടുള്ളൊന്ന് തീരുമാനിച്ചു. എപ്പോഴും ഉണ്ടല്ലോ ഈ നാടൻ കാ കിട്ടത്തില്ല. അതെ അതെ, വല്ലപ്പോഴും ഈ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഈ ഉള്ളട പ്രദേശങ്ങളിലൊക്കെ ഇവിടെ ഗാവെന്നാ പറയുന്നത്, ഗ്രാമപ്രദേശം. അപ്പൊ അവിടെയൊക്കെ ഈ വീടുകളിലൊക്കെ അവരുണ്ടല്ലോ, അത് ഇങ്ങനെ അവർക്ക് അവരുടെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞ് മിച്ചമുള്ളത് അവരുടെ വീടിന്റെ വാതിൽ തന്നെ കൊണ്ടുവച്ച് വിൽക്കും. അപ്പൊ അത് നമുക്ക് കിട്ടും, നല്ല ഫ്രഷ് സാധനം, വിഷമൊന്നും ചേർക്കാത്ത. അപ്പൊ ഇത് കലക്കി എടുക്കട്ടെ. കലക്കി എടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മുടെ ബജ്ജി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കങ്ങ് റെഡിയാക്കി എടുക്കാം. റെഡിയാക്കി എടുക്കട്ടെ. ഒത്തിരി കട്ടിയും വേണ്ട, ഒത്തിരി കട്ടി കുറവും വേണ്ട. ആ ഒരു പരുവത്തിൽ നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതെ, അപ്പൊ നമ്മൾ ഇത് മുക്കി വറക്കാനുള്ള നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇത് മതി, ഒരുപാട് ലൂസാവുകയും വേണ്ട, എന്നാൽ ഒത്തിരി കട്ടി ആകണ്ട. അപ്പൊ അത് നമ്മുടെ കായ അരിഞ്ഞൊന്ന് കാണിച്ചു കൊടുത്ത് അധികം കട്ടിയില്ലാതെ നമ്മള് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതെ, അത് മുഴുവനായിട്ട് തന്നെ അരിഞ്ഞെടുത്തിരിക്കും. നമ്മൾ പകുതി വെച്ച് മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ വേണേലും അതെ, നമ്മുടെ ഇതിന്റെ വലിപ്പത്തിനനുസരിച്ചും നമ്മുടെ ചീനച്ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് വലിപ്പം കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. അപ്പൊ നമ്മളിത് എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ എണ്ണയൊന്ന് ചൂടാകണം. ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മുക്കിയിട്ട് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഈ മാവ് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പൊ നമുക്ക് ആ എണ്ണ ചൂടാകട്ടെ. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് മുക്കി ഇവനെ കുളിപ്പിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതെ, ഇച്ചിരി തീ കുറച്ചാണ്. അത് ഇടുമ്പോ ഒരു സ്ഥലം തീ കൂടിയതാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും സാധനം. പിന്നെ ഈ കായ അരിയുമ്പോഴത്തേക്കേ നമ്മൾ മാക്സിമം കനം കുറച്ച് അരി വേണം കേട്ടല്ലോ. ഇതുപോലെ ഇങ്ങനെ വീർത്ത് കിട്ടുന്നുണ്ട്, ചൊങ്ങിപ്പോകും. അങ്ങനെ ഇത് നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ, ഒരുപാട് അങ്ങ് മൂത്ത് കരിഞ്ഞു പോകണ്ട. കരിഞ്ഞു പോകുന്ന ഒരു ഇതാക്കണ്ട. അപ്പൊ ഇനി നമ്മുടെ ചിരിച്ചട്ടി ചെറുതാണ്, അപ്പൊ അതുകൊണ്ട് 3 എണ്ണം അതിൽ കൂടുതൽ ഇടാൻ പറ്റത്തില്ല. ഈ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. തീ കുറച്ച് വെക്കണം. ചായ അടുപ്പത്തോട്ട് വെച്ചിട്ട് തന്നെ ആദ്യം ഇട്ടത് എണ്ണ ഇച്ചിരി ചൂടായി നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പൊ നമുക്കിനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സംഭവം നല്ല കറക്റ്റ് ഇതിലായിട്ടുണ്ട്. നമ്മൾ വീർത്തത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കനം കുറച്ച് അരിയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിനി ഇത് ബജ്ജി ഉണ്ടാക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോണേ, നല്ല ഇത് കിട്ടും. അപ്പൊ ഈ നാടൻ കാ കിട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതും ചെയ്തോ. നമുക്ക് 4 മണിക്കുണ്ടല്ലോ, പിന്നെ നമുക്ക് കഴിക്കാം. അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് തന്നെ അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ ഈ മാവ് മിച്ചം വന്നാൽ പേടിക്കൊന്നും വേണ്ട. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം വേണം നമുക്കിത് തന്നെ റെഡിയാക്കാം. ഇപ്പൊ ഈ സ്കൂളിലൊക്കെ പിള്ളേർക്ക് സ്നാക്സ് ഒക്കെ കൊടുത്തു വിടാൻ വേണമെങ്കിൽ കൊടുത്തു വിടാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇതുപോലെ നല്ല നാടൻ കാ കിട്ടുമ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കായല്ല, നാടൻ കാ കിട്ടുമെന്ന് നോക്കണം. അല്ലെ നമ്മുടെ വീട്ടിലൊക്കെ കാണുമല്ലോ. സാഹചര്യം ഇല്ലാത്തോണ്ട് നമ്മള് അതെ ഇവിടെ വാഴയൊന്നും അപ്പൊ അതാണ് അതിന്റെ സംഭവം. അപ്പൊ ഒന്ന് റെഡിയാക്കി എടുത്തു. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പത്തെ ചേച്ചി പക്കത്തിലെ സിനിമ ഷൂട്ട് ചെയ്യണം. ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ അവധിയാണ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം അപ്പൊ അവധി ആയതുകൊണ്ടുണ്ടല്ലോ എത്ര പാത്രം വീട്ടിലുണ്ട് അത് ഉള്ളിൽ അന്ന് കഴുകും. അപ്പൊ അതൊക്കെ കഴിയട്ടെ. പിന്നെ അപ്പം ഇതുപോലെ കാ കിട്ടുമ്പോഴത്തേക്ക് ഒന്ന് ഇതാക്കി നമ്മുടെ ഇതിന്റെ എന്താ പറയുക ആ ഒരു രുചിയൊക്കെ ഒന്ന് കമന്റ് ചെയ്തു. സംഭവം നല്ല കിടുക സാധനം. എല്ലാവരും കഴിയും. നമ്മള് മറ്റേ കടപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ കാണുമല്ലോ. വൈകുന്നേരമൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. നല്ല അടിപൊളി ടേസ്റ്റാണ് സംഭവം. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലുണ്ടല്ലോ അത് ഓൺ ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഫോട്ടോ മൊബൈലിൽ കാണും. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ കാണാം. അടിപൊളിയായിരിക്കും. അപ്പൊ കൂടുതലൊന്നുമില്ല. അപ്പൊ എല്ലാരും ഓണമൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിലിരിക്കായിരിക്കും. ബജ്ജിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ക്ഷീണമൊക്കെ അതെ ക്ഷീണമൊക്കെ മാറ്റുക. അപ്പൊ നമുക്ക് അടുത്ത ഓണത്തിന് ഇനി നമുക്ക് എന്താ പറയുക ആർമാദിക്കാനുള്ള അപ്പൊ പിന്നെ ഒന്നുമില്ല. നമുക്ക് അടുത്ത വേറെ വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.